നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഉടനെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ കുറേ പേര് തന്നെ ഒരുപാട് നാളായിട്ട് സെപ്പറേഷനിലുള്ളവരായിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇനി മൂവ് ആവണോ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യണോ, അതോ ഇതിൽ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കണോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. കുറേയധികം നാളായിട്ട് നിങ്ങൾ ചിലപ്പോൾ സെപ്പറേഷനിലായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് തവണ ഇനിഷ്യേറ്റ് ചെയ്ത് നിങ്ങൾ കോൾ ആയിക്കോട്ടെ, മെസ്സേജ് ആയിക്കോട്ടെ, അതൊക്കെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ട് നിങ്ങൾ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു സമയത്തൊന്നും തന്നെ തിരിച്ചൊരു മറുപടിയോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷനും നടക്കാത്തത് കൊണ്ട് നിങ്ങൾ തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ ഭയങ്കര വിഷമത്തിലാണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഒരു എക്സ്പെക്റ്റേഷൻ നഷ്ടപ്പെടുന്ന ഒരു ഫീലൊക്കെ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഒരുപാട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ഉപരിയായിട്ടൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പറയുന്നത് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു റിയൂണിയൻ പോസിബിൾ ആവുന്നതായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രീമിൽ കാണുന്നുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു റിയൂണിയൻ പോസിബിൾ ആയി എന്നുള്ള രീതിയിലുള്ള ഡ്രീംസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് ഒരു റീബർത്ത് കൊടുക്കാൻ പാകത്തിനുള്ള രീതിയിലുള്ള സ്വപ്നങ്ങൾ, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടായിരിക്കാം. സോ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റെബിലിറ്റി എന്നുള്ളൊരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവരിപ്പോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളും അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നിട്ടും ഇതുവരെയും ഒരു ഫലം കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി ഒരു പോസിബിലിറ്റി ഇല്ല, ഇനി ഇത് സ്റ്റോപ്പായി പോയി, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്ക് വെക്കാൻ പാകത്തിന് നിങ്ങളങ്ങനെ കുറേ നാളായതുകൊണ്ട് തന്നെ നിങ്ങൾ മടുത്ത് അങ്ങനെ ഒരു മനോവിഷമം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. സോ അത്തരം ഒരു കാര്യത്തിൽ ഇനി ഇവിടെ ഒരു മാറ്റം വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. സോ ഈ ഒരു നിങ്ങൾ ചെയ്തിട്ടുള്ള മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ ഫലമായിട്ട് നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ആൻഡ് അലയൻസസ് എന്നുള്ളൊരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇത് കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറണമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോവാനായിട്ടൊരു ഉദ്ദേശമില്ല. എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കണം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ മുറുകെ പിടിക്കുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് ലോങ് നിങ്ങൾ അവരുടെ കൂടെ വേണമെന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ അവരും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പിരിച്വൽ യൂണിയൻ എന്നുള്ളൊരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡ്രീം കണ്ടതും ഒക്കെ തന്നെ പോസിബിൾ ആവാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത മാനിഫെസ്റ്റേഷൻ ഒക്കെ തന്നെ ഫലം കാണാൻ പോകുന്നു എന്ന തരത്തിലുള്ളൊരു കാർഡായിരുന്നു സ്പിരിച്വൽ യൂണിയൻ എന്നുള്ളൊരു കാർഡ്. നിങ്ങൾ തമ്മിലുള്ള ഒരു യൂണിയൻ പോസിബിൾ ആവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു കാർഡാണിത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റമായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരാൻ പോകുന്നത്. നിങ്ങൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഒരു ഇൻഡ്യൂഷൻ പോലെ, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പുറമേ ഇപ്പോൾ ചിലപ്പോൾ കോൾ ചെയ്തിട്ടും മെസ്സേജ് ചെയ്തിട്ടും ഒന്നും തന്നെ നിങ്ങൾക്ക് മറുപടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവാൻ സാധ്യമല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും, പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഒരു ഇൻഡ്യൂഷൻ പോലെ നിങ്ങൾക്ക് വരുന്നുണ്ട് ഈ ഒരു ഇനിയും പോസിബിൾ ആകും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പോസിബിൾ ആകും, മുന്നോട്ട് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിയൂണിയൻ ഉണ്ടാവും എന്നൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ പോലെ തോന്നുന്നുണ്ടായിരിക്കാം. സോ അതൊക്കെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിയാലിറ്റിയിലേക്ക് വരാനുള്ള ഒരു സാധ്യതകളാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു റിയൂണിയൻ എന്തായാലും ഉടനെ തന്നെ പോസിബിൾ ആവാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ പേരും ചിലപ്പോൾ 111 എന്നുള്ള ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കും. റെയിൻബോസ്, അതുപോലെ തന്നെ ബട്ടർഫ്ലൈസ്, ട്വിൻ ബട്ടർഫ്ലൈസ്, വൈറ്റ് ഫീതേഴ്സ്, ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ സൈൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. സോ ഇതൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ എന്തിനാണോ വിഷമിക്കുന്നത് അതിലൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നു എന്ന് തന്നെ അറിയിച്ചിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയെക്കാട്ടിലും കൂടുതലായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇതുവരെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടില്ല ഒരു സ്നേഹത്തിനും അല്ലെങ്കിൽ ഒരു കെയറിങ്ങും ഒക്കെ അതിലുപരിയായിട്ടൊരു ഇഷ്ടം നിങ്ങൾക്ക് തരണമെന്ന് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസ് കാർഡിൽ നിന്ന് വ്യക്തമാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഒരുപാട് തന്നെ അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ വേണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുവരെയുള്ള ഒരു ലൈഫല്ല, ഇനി ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്നുണ്ട്.
ഓക്കെ, ഇവിടെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ കുറേ പേരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ചിലപ്പോൾ നഷ്ടമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കാം. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ അടുത്തിടെയായിട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞാലും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ അയച്ച മെസ്സേജുകൾക്കോ കോളുകൾക്കോ അല്ലെങ്കിൽ നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ ട്രൈ ചെയ്തിട്ട് പോലും പോസിബിൾ ആവാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ കുറേ പേര് നിരാശരാണ്. അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ, പിന്നെ ഇനിയിപ്പോൾ അത് പോസിബിൾ ആവില്ല എന്നുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്പിരിച്വൽ യൂണിയൻ ആയിക്കോട്ടെ, പാർട്ണർഷിപ്പ് ആൻഡ് അലയൻസസ് ആയിക്കോട്ടെ, ഒക്കെ തന്നെ ഇവിടെ പറയുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റീബർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് റീബർത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്കായിട്ട് കിട്ടിയിട്ടുള്ള മെസ്സേജസ്, യൂണിവേഴ്സിൽ നിന്നും കിട്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് പേര് ഇവിടെ നമുക്ക് റീഡിങ് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് ഡ്രീം കാണുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡ്രീമിൽ കാണുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു റിയൂണിയൻ പോസിബിൾ ആയി, അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്തു, അവരോട് സംസാരിച്ചു എന്നുള്ള തരത്തിലുള്ള. സോ അതൊക്കെ തന്നെ പോസിബിൾ ആവാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ളൊരു മെസ്സേജ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ലവ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു ആ ഒരു വ്യക്തിയിൽ നിന്നും ഒരുപാട് നിങ്ങളൊരു പ്രണയം വേണമെന്നൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ലവ് എനർജിയാണ് ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നറിയിച്ചിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെക്സ്റ്റഡ് എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങളുടെ ഈ ഒരു മെസ്സേജിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു കാർഡിൽ നിന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഉള്ളൊരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അധിക കാലം നീണ്ടു പോകുന്നതല്ല. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു യൂണിവേഴ്സായിട്ട് തന്നെ വരുത്തിയിട്ടുള്ള ഒരു സെപ്പറേഷൻ ആയിരിക്കണം. യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂസ് പരസ്പരം മനസ്സിലാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിൽ നിന്ന് തന്നെ തന്നിട്ടുള്ള ഒരു സെപ്പറേഷൻ ആവാനാണ് സാധ്യത. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ എന്തിനാണോ വിഷമിക്കുന്നത് അതൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറാൻ ഉള്ള ഒരു സമയമായിട്ടുണ്ട്, മാറാൻ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് 21 എന്നുള്ളൊരു നമ്പറാണ്. 21 കിട്ടിയിട്ടുണ്ടായിരുന്നു. ലെറ്റർ ജെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്പർ 16 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചാരിറ്റി എന്നുള്ളൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. മേ ബി ചാരിറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. ഓക്കെ, ലെറ്റർ കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ വർക്കർ എന്നുള്ളൊരു ക്ലൂ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. മേ ബി സോഷ്യൽ വർക്കർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് 35 എന്നുള്ളൊരു നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒക്ടോബർ മന്ത് ആണ്. ഒക്ടോബർ മന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. മേ ബി സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ പരിചയപ്പെട്ടവരായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ സി ആണ്. ലെറ്റർ സി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ 2 കിട്ടിയിട്ടുണ്ടായിരുന്നു. ലെറ്റർ എൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ എ കിട്ടിയിട്ടുണ്ടായിരുന്നു. 31 എന്നുള്ളൊരു നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ലോങ് ഡിസ്റ്റൻസ് എന്നുള്ളൊരു ക്ലൂ ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ച് പേർക്കെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ക്രിയേറ്റീവ് എന്നുള്ളൊരു ക്ലൂ ആണ്. മേ ബി ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കഴിവുകളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് 46 എന്നുള്ളൊരു നമ്പറാണ്. മേ ബി ഏജ് ആയിരിക്കാം. ഓക്കെ, ദിസ് മന്ത് എന്നുള്ളൊരു ക്ലൂ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു മാസം എന്തെങ്കിലും പ്രത്യേകത നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു എന്താണ് ഒരു റീയൂണിയൻ ചിലപ്പോൾ പോസിബിൾ ആവാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. ഒരു സാധ്യതയാണത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് നമ്പർ 8 ആണ്. ഏപ്രിൽ മന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ താങ്ക് യു എന്നുള്ളൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. നിങ്ങളത് എപ്പോഴാണെങ്കിലും റീഡിങ്ങിൽ ഇടയ്ക്ക് പറയാനുള്ളതാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഇപ്പോൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സന്ദർഭങ്ങളാണെങ്കിൽ കൂടിയും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ തന്നെ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക. ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ടുള്ള വ്യക്തിയാണെന്നാണ് റീഡിങ്ങിലൂടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയതില്ല നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക.